ഈ ഒരു സിംഗിൾ ഇമേജിൽ നിന്ന് ഇതേപോലെ മൾട്ടിപ്പിൾ ആംഗിൾസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AI ഏറ്റവും അധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു ഇഷ്യൂ ആണ് മൾട്ടിപ്പിൾ ആംഗിൾസ്, അതായത് ഒരു ഇമേജിൻ്റെ പല ആംഗിൾസ് പല ഷോട്ട്സും ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അത് എങ്ങനെയെന്നാണ് നമ്മളോട് നോക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെമിനി ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈവൻ ജെമിനി, ChatGPT, ഹിഗ്സ് ഫീൽഡ് ഈ പറയുന്ന ഏതായിട്ടുള്ളൂ, ഈവൻ ഇനി വരാൻ പോണ മോഡലായാലും, അതായത് ഇമേജ് ജനറേഷൻ വർക്കാവുന്ന മിക്ക മോഡലിലും ഈ കാണുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. ഇപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ജെമിനി ആയതുകൊണ്ട് അതിൽ മാത്രം വർക്കാവുന്ന ഒരു മെത്തേഡല്ല, ഇതൊരു യൂണിവേഴ്സൽ ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ റീൽസ് ആയാലും ഇതേപോലെ സിനിമാറ്റിക് വിഷ്വൽസുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ആദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇതിന് വേണ്ട പ്രിപ്പറേഷൻസ് നടത്താവുന്നതാണ് ആദ്യത്തെ ഭാഗം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ആംഗിൾ ജനറേറ്റ് ചെയ്യാം. ഫൈനലായിട്ട് ഈ ജനറേറ്റ് ചെയ്ത ആംഗിൾസിനെ ഒരു വീഡിയോ പോലെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ബേസ് ഇമേജ്. ഈ ഒരു ബേസ് ഇമേജിൻ്റെ മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ബേസ് ഇമേജ് പ്രോപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ക്ലോത്തിങ് എന്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഈവൻ ഫേസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വിസിബിൾ ആയിരിക്കുന്ന ഒരു ക്ലിയർ പിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ബേസ് ഇമേജ് ആയിരിക്കണം എടുക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഇമേജ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ ഫേസ് ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഒരു കളർ ടോണും എല്ലാം നമുക്കൊരു വിസിബിൾ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ടെന്നൊരു ബെയറായിട്ടൊരു ഐഡിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബേസ് ഇമേജ്. ഈ ഒരു ബേസ് ഇമേജ് വെച്ച് ഇതേപോലത്തെ ഷോർട്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഇമേജസ് കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്യാം. ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് എങ്ങനെ മൾട്ടിപ്പിൾ ആംഗിൾസ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ChatGPT യൂസ് ചെയ്താണ് ഞാൻ ബേസ് ഇമേജിന് ക്രിയേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാൻ അറിയുന്നില്ലെങ്കിലും ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഇത്തിരി കൂടിയും സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ക്യാരക്ടേഴ്സിനും അതുപോലെ വിഷ്വൽസും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ChatGPT ലോഗിൻ ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം GPTs എന്ന് പറഞ്ഞ മോഡൽ. ഞാൻ എൻ്റെ പല മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് GPTസിനെ പറ്റിയും എങ്ങനെ GPTs ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ GPTs. ഇവിടെ നോക്കുകയാണെങ്കിൽ സെർച്ചിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജ് ജനറേഷൻ മോഡൽ, അതായത് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു GPTs തിരഞ്ഞെടുക്കാം. എന്താണ് GPTs എന്ന് വെച്ചാൽ വളരെ ക്വിക്കായിട്ട് പറയാം. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കൊരു അസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു GPT, ഈവൻ നിങ്ങൾക്കൊരു മെയിൽ എഴുതണം അതിന് വേണ്ടി ഒരു GPT, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ഷൻ മാത്രം ചെയ്യാൻ വേണ്ടി അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു തൊഴിലാളി, അതാണ് GPT സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന GPT എന്ന് പറയുന്നത് മിഡ് ജേണി എന്ന് പറയുന്ന GPT ആണ്. എന്തുകൊണ്ട് മിഡ് ജേണി യൂസ് ചെയ്യുന്നു? നാനോബനാന അങ്ങനെ പറഞ്ഞ പല GPTs ഉണ്ടെങ്കിൽ മിഡ് ജേണി എന്ന് പറഞ്ഞ ഈ GPT ആണ് ഇത്രയും കൂടി സിനിമാറ്റിക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൽ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൂൾ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് മിഡ് ജേണി V7 എന്ന് പറഞ്ഞ ഈ GPT ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ GPT. അപ്പോൾ ഞാനിവിടെ GPTയിൽ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള ഫീമെയിൽ ഗേൾ എൻ്റെ ഒരു ഷോട്ട് വേണം ഔട്ട്ഡോർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ. അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട്, അതായത് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ്. ഒരു ഗേൾ ഔട്ട്ഡോറിൽ നിൽക്കുന്ന ഒരു മലയാളി ഗേൾ ഔട്ട്ഡോറിൽ നിൽക്കുന്നത് പറഞ്ഞൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഓൾറെഡി മിഡ് ജേണി എനിക്കൊരു പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ChatGPT തന്നെ ഇമേജ് ജനറേഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ChatGPT യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജെമിനിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ജെമിനിയിൽ പോവാണ്. ജെമിനിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്താൽ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് അല്ലെങ്കിൽ നാനോ ബനാന എന്ന് പറഞ്ഞ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് തിങ്കിങ് മോഡ്, പ്രോ മോഡ്, ഫാസ്റ്റ് ആൻഡ് പ്രോ മോഡ് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഞാനിവിടെ പ്രോ മോഡാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇത്തിരി ക്ലാരിറ്റി ഉള്ളൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടി. കാരണം എന്താണ്, ഇതൊരു നമ്മുടെ ബേസ് ഇമേജ് ആണ്. ബേസ് ഇമേജ് മാക്സിമം ക്വാളിറ്റിയിൽ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് അപ്സ്കെയിൽ ചെയ്താൽ അതും ബെറ്റർ ആണ്. കാരണം നമ്മൾ ഈ ബേസ് ഇമേജ് ആണ് ഇതിൻ്റെ എല്ലാ ഒരു ബേസ്, അതായത് പല ആംഗിൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇമേജിൽ നിന്നുള്ള ഡാറ്റ വെച്ചാണ്. അപ്പോൾ ബേസ് ഇമേജ് മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോർട്രേറ്റ് പോലത്തെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാഡി ഫീൽഡ് ഇവിടെ വിസിബിൾ ആണ്, ക്യാരക്ടറിൻ്റെ ഡ്രസ്സും അതുപോലെ ഫേസ് ഡീറ്റെയിൽസും ഒക്കെ വിസിബിൾ ആണ്. ഇനി നമുക്ക് ഇതിൽ തന്നെ പല ആംഗിൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം.
അതിന് വേണ്ടി നമ്മളിവിടെ ഒരു പ്രോംപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ആംഗിൾസ് ആണ് മെയിനായിട്ട് പറയുന്നത്. 7 ആംഗിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മാക്രോ ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, ഓവർ ദ ഷോൾഡർ, വൈഡ് ഷോട്ട്, ഹൈ ആംഗിൾ, ലോ ആംഗിൾ ആൻഡ് പ്രൊഫൈൽ ഷോട്ട്. ഇങ്ങനെ പറഞ്ഞ മെയിൻ ഷോട്ട്സുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോട്ട്സിന് നിങ്ങൾക്കൊരു സ്റ്റോറി ബോർഡ് പോലെ സിമ്പിളായി ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പ്രോംപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തോന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗ്രിഡ് നിങ്ങൾക്ക് പറയുന്നുണ്ട്, 3:3 റേഷ്യോ, പിന്നെ എന്തൊക്കെയോ ക്വാർട്ടർ, അങ്ങനെ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് എന്താണ് മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇമേജസ് എല്ലാം, അതായത് ഈ ഒരു സിംഗിൾ ഇമേജിൽ നിന്ന് ഇതേപോലെ 3:3 റേഷ്യോയിൽ 9 ഇമേജ് ജനറേറ്റ് ചെയ്യണം, അതുപോലെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ. അതാണ് ഈ പ്രോംപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ജനറേറ്റ് ചെയ്ത ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കാറ്. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആംഗിൾസ് ഇവിടെ അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കണമെങ്കിൽ ബാക്ക് ഷോട്ട് വന്നിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുണ്ട്, ലോ ആംഗിൾ വന്നിട്ടുണ്ട്, ഓവർ ദ ഷോൾഡർ, ക്ലോസപ്പ് എന്ന് പറഞ്ഞ് നിരവധി ഷോട്ട്സ് നമുക്കൊരു സിംഗിൾ ഇമേജിന് ഇവിടെ ജനറേറ്റ് ആയി കിട്ടി. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ MCU എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഷോട്ടിനെ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അതായത് MCU ഷോട്ട് മാത്രമായിട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടാൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടറിൻ്റെ ഫേസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ല ടെക്സ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ MCU നമ്മൾ മുന്നേ കൊടുത്ത ഈ ടെക്സ്റ്റുകളുണ്ടല്ലോ അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോംപ്റ്റിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. റിമൂവ് MCU എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിമൂവ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ഇതേ മെത്തേഡ് തന്നെ, സെയിം മെത്തേഡ് തന്നെയാണ് ChatGPTയിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്താൽ കിട്ടുക. ഇതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ഒരു സിംഗിൾ ഇമേജിൻ്റെ മൾട്ടിപ്പിൾ ഇമേജ് ജനറേറ്റ് ചെയ്തു. മെയിനായിട്ട് നിങ്ങൾ AI വർക്ക് ചെയ്യുമ്പോൾ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാതെ ഞാൻ ഓരോ ഇമേജും, അതായത് ക്ലോസപ്പ് ഷോട്ട്, മീഡിയം ഷോട്ട്, അങ്ങനെ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈമാണ് അവിടെ വേസ്റ്റ് ആവണം. ബട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറി ബോർഡ്, അതായത് ഈ ഒരു ക്യാരക്ടർ വെച്ച് ഇന്ന ആംഗിൾ ജനറേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തു. അതായത് വളരെ ആ സ്റ്റോറി ബോർഡ് സിംഗിൾ പ്രോംപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റോറി ബോർഡിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പിക്ക് ചെയ്യാണ് ചെയ്തത്. ഇതാണ് ഒരു മെത്തേഡ്. ഈ ചില യൂസ് കേസിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോറി ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ എക്സ്റ്റേണൽ സ്റ്റോറി ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ജനറേറ്റ് ചെയ്ത് ടൈം പറയാൻ ആവശ്യമില്ല. അതിന് വേണ്ടി നിങ്ങളിവിടെ ചെയ്യാൻ പോകേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്സ് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന പ്രോംപ്റ്റ്സ് ആണ്, ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് ആ ഒരു പ്രോംപ്റ്റുകൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ മൈൻഡിലാക്കിയ നിങ്ങൾ ക്ലോസപ്പ് ഷോട്ട് അല്ല, നിങ്ങൾക്ക് വൈഡ് ഷോട്ടാണ് വേണ്ടത്. അപ്പോൾ വൈഡ് ഷോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ കിട്ടും. അതല്ല ഓവർ ദ ഷോൾഡർ ആണ്, അല്ലെങ്കിൽ ബാക്ക് ഷോട്ടാണ് വേണ്ടത്. അത് ഏത് ഷോട്ട്സ് വേണോ അതിനനുസരിച്ച് പ്രോംപ്റ്റ് എഴുതി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓൾറെഡി ജനറേറ്റ് ചെയ്തൊരു ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഈ ഒരു ഇമേജിൻ്റെ, അതായത് ഈ ഒരു ഇമേജിൻ്റെ വേറൊരു ആംഗിൾസ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മീഡിയം ഷോട്ട്സ് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ നോക്കാൻ പോകുന്നത് ഓവർ ദ ഷോൾഡറിൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ഇത് കോപ്പി ചെയ്യാണ്. ഇവിടെ പോയി ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഇപ്പോൾ ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇനി എഴുതി ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സൽ പ്രോംപ്റ്റ് ആണ്. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് ജെൻഡറിനെ കുറിച്ചോ ഹെയറിനെ കുറിച്ചോ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോംപ്റ്റ് എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ എല്ലാം, അതായത് ഇമേജിൽ എടുക്കുന്ന അതേ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ്, അതായത് ഒരു വേർഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയറിയാം. ഇവിടെ സബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയും ഹെയർ സ്റ്റൈലും ഇമോഷനും ഡയറക്ഷനും കളർ പാറ്റേണും എല്ലാം ഈ ഇമേജിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് വഴി, ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റിൽ കൊടുക്കുന്നത് വഴി എന്താണ്, ഈ ഓവർ ദ ഷോൾഡർ ഷോട്ട് ആയാലും അല്ലെങ്കിൽ ലോ ആംഗിൾ ഷോട്ട് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷോട്ട് ജനറേറ്റ് ചെയ്തു, ഇനി വേറൊരു ആംഗിളിലേക്ക് ഞാൻ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ബെറ്റർ ഓപ്ഷൻ വീണ്ടും ആ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അതില്ലാണ്ട് തന്നെ ജനറേറ്റ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ഷോട്ട് ആയിട്ട് കൊടുക്കാൻ നോക്കാണ്. വൈറ്റ് ഷോട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. ഇവിടെ വൈറ്റ് ഷോട്ട് കിട്ടി. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പല ആംഗിൾസ് ജനറേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്ലോസപ്പ്, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ വളരെ ക്ലോസപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ലോ ആംഗിൾ വേണം, പിന്നെ ഓവർ ദ ഷോൾഡർ നമ്മൾ മുന്നേ പറഞ്ഞു, മാക്രോ ഷോട്ട് വേണം, എന്ത് ഷോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ഇതല്ല നിങ്ങൾക്ക് തന്നെ ഈ പ്രോംപ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെത്തേഡ് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്താണ്, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ഒരു
ഈ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുക, അനലൈസ് ചെയ്യാൻ പറയുക. അതായത് നമ്മുടെ വേണ്ട ഇമേജ് ഏതാണോ അത് അനലൈസ് ചെയ്യാൻ പറയുക. ഇവിടെ നോക്കാൻ ഞാനത് ലൈവ് എക്സാമ്പിളായിട്ട് പറയാം. അനലൈസ് ചെയ്യാൻ പറയുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണ്ട അല്ലെങ്കിൽ മാറാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഫേഷ്യൽ ഡീറ്റെയിൽ മാറാൻ പാടില്ല, സ്കിൻ ടെക്സ്ചർ, ഏജ്, ഹെയർ, ഇങ്ങനെ എടുത്തെടുത്ത് അല്ലെങ്കിൽ പിക്ക് ചെയ്ത് പറയണ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഹെയർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഹെയറിൻ്റെ കളർ മാറ്റി കൊടുക്കും. അതായത് നമ്മൾ എത്രത്തോളം ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അച്ചട്ട് പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ എയുടെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൺസിസ്റ്റൻസിയുടെ കാര്യവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കാം, കൺസിസ്റ്റൻസിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ റിയലിസ്റ്റിക് ആയിരിക്കണം, ലൈറ്റിൻ്റെ കാര്യവും ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഇതിൽ നിന്ന് തന്നെ ഡാർക്ക്, നൈറ്റ്, ഷോർട്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇവിടെ ഈ ടെംപ്ലേറ്റിൽ നമ്മൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് യൂണിവേഴ്സൽ ടെംപ്ലേറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതായിരിക്കും, ഇവിടെ ആയിരിക്കും മെയിൻ ടെംപ്ലേറ്റിൻ്റെ മെയിൻ പോർഷൻ. അതായത് ഈ കാണുന്ന മുകളിലത്തെ ഭാഗം എല്ലാ ടെംപ്ലേറ്റ്സിനും ഒന്നായിരിക്കും. ബട്ട് ഈ കാണുന്ന താഴെയുള്ള ഭാഗം എന്ന് പറയുന്നതായിരിക്കും മാറുക. അതായത് ഓരോ പ്രോംപ്റ്റിനനുസരിച്ച് മാറും. ഇവിടെ മാക്രോ ഷോട്ട് ആയതുകൊണ്ട് ഇവിടെ മാക്രോ ഷോട്ട്, വൈഡ് ഷോട്ട് ആണെങ്കിൽ വൈഡ് ഷോട്ട് പറയാം. വൈഡ് ഷോട്ട് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഫ്രെയിമിൽ ടൈറ്റ് എന്നുള്ളത് വേണ്ട, വൈഡ് ആംഗിൾ ആയിരിക്കണം, വൈഡിലുള്ള സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കണം, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്സ് പോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം എഴുതി ടൈം കളയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ വേണ്ട പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സന്തോഷം, എൻ്റെ ഒരു സന്തോഷത്തിന്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പലതരത്തിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത്, അതായത് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ AI ഇപ്പോൾ ഈ പറഞ്ഞ ട്യൂട്ടോറിയലായാലും ഈ പറഞ്ഞ ക്ലാസ്സസ് ആയാലും ഒരു ബോറിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മളൊന്ന് പേഷ്യൻസിൽ ഇരുന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. ബട്ട് വൺസ് നിങ്ങൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ മൾട്ടി ഷോട്ട്സ് ആയാലും മൾട്ടി ആംഗിൾസ് ആയാലും എല്ലാം ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇമേജ് ജനറേറ്റ് ചെയ്തു. ഈ ഇമേജസിനെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രോക്കാണ്. നിങ്ങൾക്ക് VO3, ക്ലിങ്ങർ, അൺവേബൽ, HexView അങ്ങനെ നിരവധി ആയിട്ടുള്ളുണ്ട്. അതൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രീ ആയിട്ട് കുറേ പേരുണ്ട്, ഫ്രീ ടൂൾസ് മാത്രമേ യൂസ് ചെയ്ത് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവരും. അപ്പോൾ അവർക്കെല്ലാം യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഗ്രോക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രോക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രോക്കിൻ്റെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ, ഇവിടെ ഗ്രോക്കിൻ്റെ ഈ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഇമേജ് ജനറേഷനുള്ള ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഇമേജ് ജനറേഷനിൽ പോയി നിങ്ങൾക്ക് വേണ്ട നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തൊരു ഇമേജ് ഏതാണോ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ജനറേറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി ഓഫ് ചെയ്തിടാം. ഞാനത് ഓഫ് ചെയ്തില്ല, കാരണം പ്രോംപ്റ്റ് എഴുതാൻ മടിയാണ് ആക്ച്വലി എനിക്ക്. ഞാനെപ്പോഴും ChatGPT അങ്ങനെ എനിക്ക് യൂസ് ചെയ്താണ് അധികം പ്രോംപ്റ്റ് എഴുതാറ്. പ്രോംപ്റ്റ് എഴുതാൻ എനിക്ക് മടിയാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റ് എഴുതി ബെറ്റർ ആണ്. കാരണം നിങ്ങൾക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ റിഫൈൻ ചെയ്ത് കിട്ടാൻ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും. ആ ക്യാരക്ടർ വാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഷോട്ട് നിങ്ങൾക്ക് ഇതേപോലെ പല ആംഗിൾസ് ആയാലും പല ഷോട്ട്സ് ആയാലും കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ ജനറേറ്റും ചെയ്യാം. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും, അതായത് ഏത് ടൂൾസ് അറിയണം അല്ലെങ്കിൽ ഏത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. നിങ്ങൾ എന്ത് തരത്തിലുള്ള ട്യൂട്ടോറിയലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും.